പെടലികളുടെ തേർവാഴ്ച സെക്രട്ടേറിയറ്റിൽ കൂട്ട നിലവിളി. വി.ഡി. സതീശൻ അധികാരത്തിലെത്തിയതോടുകൂടി 10 വർഷം തിരുവനന്തപുരം മറന്നുപോയ പെടലികളുടെ തേർവാഴ്ച ആരംഭിച്ചു. ഇനി ആരാണ് ഈ പെടലികൾ? 2002 ലാൽ ജോസ് സംവിധാനം ചെയ്ത് ദിലീപ് നായകനായി അഭിനയിച്ച മീശ മാധവനിലെ കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രത്തിന്റെ പേരാണ് പെടലി. പെടലിയുടെ യഥാർത്ഥ പേര് ത്രിവിക്രമൻ എന്നാണ്. അതായത് കൊച്ചിൻ ഹനീഫയുടെ ആ കഥാപാത്രത്തിന്റെ യഥാർത്ഥ പേര് ത്രിവിക്രമൻ എന്നാണെങ്കിലും പെടലി എന്നാണ് അറിയപ്പെടുന്നത്. ത്രിവിക്രമന്റെ അല്ലെങ്കിൽ ഈ പെടലിയുടെ ഒരു സ്വഭാവം, എന്ത് സംഭവം ഉണ്ടെങ്കിലും പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് നമുക്കൊന്ന് വിളിച്ചാലോ എന്ന് ചോദിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതായത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ഒരു ചോട്ട കോൺഗ്രസ് നേതാവിന്റെ പ്രതിനിധിയാണ് ഈ പെടലി എന്ന് പറയുന്ന ത്രിവിക്രമൻ. കൊച്ചിൻ ഹനീഫ അവതരിപ്പിച്ച ഈ ത്രിവിക്രമൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് എവിടെ നോക്കിയാലും പെടലികളാണ്. ഈ പെടലികളുടെ ലക്ഷണം പല രീതിയിൽ നമുക്ക് കാണാം. അത്യാവശ്യം കാശുള്ള പെടലികൾ വലിയ ആർഭാട വാഹനങ്ങളിലാണ് വരുന്നത്. അണികളെ ഒന്ന് ഞെട്ടിപ്പിക്കാൻ പുറകിൽ ഇരിക്കും, ഡ്രൈവറെ കൊണ്ട് ഓടിപ്പിച്ചതാണ് വരുന്നത്. മറ്റുള്ളവർ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ വന്നു പോകും. ഇവരുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പശയിട്ട് തേച്ച വടിവൊത്ത വെള്ള ഖദറും മുണ്ടും, പോക്കറ്റിൽ ഒരു ചെറിയ ഡയറി, ഒരു പേന, ഫുൾ ടൈം ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ തിരക്കിലാണ്, ഞാൻ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണുന്നവരെ കൊണ്ട് തോന്നിപ്പിക്കാനാണ് ഈ മൊബൈൽ പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ആ മൊബൈൽ ആരും വിളിക്കുന്നുമില്ല, അയാളോട്ട് വിളിക്കാറുമില്ല, അങ്ങനെ ആവശ്യവുമില്ല. പക്ഷേ ഫുൾ ടൈം ഈ പെടലികളെ ഇങ്ങനെ ഈ ഫോൺ ചെവിയിൽ വെച്ച രീതിയിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പോക്കറ്റിൽ ഡയറിയും ഈ പറയുന്ന പേനയും വടിവത്ത പശ ഇട്ട് തേച്ച് വെടിവാക്കിയ ഷർട്ടും ഇട്ടുകൊണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനകത്ത് പെടലികളുടെ വിളയാട്ടമാണ്. സെക്രട്ടേറിയറ്റിന് പുറത്തിറങ്ങിയാലും ഈ കതറിട്ട പെടലികൾ തലങ്ങും വിലങ്ങും അർമാദിക്കുകയാണ്. തട്ടുകടയിൽ കയറാൻ വയ്യ, അവിടെ പെടലികൾ. നമ്മുടെ ഹോട്ടലിൽ കയറി പാവങ്ങൾക്ക് ആഹാരം കഴിക്കാൻ കഴിയില്ല, അവിടെ ഈ ചെവിയിൽ ഈ ഫോൺ വെച്ചുകൊണ്ട് ഈ പെടലികളുടെ വിളയാട്ടം. ചുരുക്കത്തിൽ സെക്രട്ടേറിയറ്റിൽ ഇന്നലെ ഒരു സംഭവം നടന്നു. സെക്രട്ടേറിയറ്റിൽ ഈ പെടലികൾക്ക് ഒരു ഗംഭീര പണി കിട്ടി. ഈ പെടലികൾ കയറിയ അനക്സിലെ, അതായത് സെക്രട്ടേറിയറ്റ് അനക്സിലെയും സൗത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിലെയും ലിഫ്റ്റുകൾ ഇവരുടെ ഇടിച്ചു കയറ്റം കൊണ്ട് പൊട്ടി വീണു. അങ്ങനെ ഇവർ പടേന്ന് താഴോട്ട് വീണു. പലരുടെയും നടുവൊടിഞ്ഞെന്ന് സംശയിക്കുന്നു, ചിലരുടെ പെടലി തന്നെ തിരിഞ്ഞു എന്ന് സംശയിക്കുന്നു. പക്ഷെ പുറത്തു പറയാൻ കഴിയില്ല, നാണക്കേടാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് നാട്ടിലെ അണികളറിഞ്ഞാൽ ഈ നേതാക്കന്മാർക്ക് പ്രശ്നമാണ്. ചുരുക്കത്തിൽ ഈ സെക്രട്ടേറിയറ്റിൽ ഇവരെ കൊണ്ട് വലിയ ശല്യമായിരിക്കുന്നു. ലിഫ്റ്റ് വരെ പൊട്ടി താഴെ വീഴുന്ന അവസ്ഥ. 2 ലിഫ്റ്റുകളാണ് ഇവർ ഇടിച്ചു കയറി പൊട്ടിച്ച് താഴെയിട്ടത് ഇന്നലെ. പലർക്കും ഈ പറഞ്ഞതുപോലെ എന്തെല്ലാം പരിക്കു പറ്റി എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. കാരണം ആരും മിണ്ടില്ല, മിണ്ടിക്കഴിഞ്ഞാൽ വില പോകും. അത് കാരണം ഉണ്ട്, അഥവാ നടുവൊടിഞ്ഞെങ്കിൽ തന്നെ ബലം പിടിച്ച് നടന്ന് ഈ പറയുന്നത് പോലെ അണികളെ കാണിക്കാൻ വേണ്ടി സെൽഫിയൊക്കെ എടുത്ത് ഈ വേദന മറച്ചുകൊണ്ടാണ് ഇന്നലെ പെടലികൾ രാത്രി കഴിച്ചു കൂട്ടിയത്. ഇനി എങ്ങനെയാണ് ഇവർ തിരിച്ചു പോകുന്നത് എന്നതിനെ സംബന്ധിച്ചും അവ്യക്തതയാണ്. കാരണം വേദന എടുത്ത ശരീരമാണ്. അതുകൊണ്ട് ഈ ലിഫ്റ്റ് പൊട്ടി ഒന്നിൻ്റെ പുറകിൽ മറ്റൊന്നായിട്ട് ഇങ്ങനെ ഈ പെടലികൾ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനുമേൽ ഒന്നായി വന്ന് വീണത് 2 ലിഫ്റ്റാണ്, ഒരു ലിഫ്റ്റല്ല 2 ലിഫ്റ്റാണ് പൊട്ടി വീണത് ഇവരുടെ ഇടിച്ചുകയറ്റം മൂലം. അങ്ങനെ ഇവരിൽ പലർക്കും വലിയ ഗുരുതരമല്ലാത്ത ചതവുകളും ഒടിവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അണിയറ സംസാരം. എന്തായാലും അതേക്കുറിച്ച് വ്യക്തതയിൽ 2 ലിഫ്റ്റുകൾ പൊട്ടി വീണു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലിഫ്റ്റുകളുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും മന്ത്രിയുടെ ഓഫീസിലേക്ക് കയറി ചെന്നാൽ ആ മന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫുകൾക്ക് പോലും അകത്തേക്ക് കയറാൻ കഴിയാത്ത വിധത്തിൽ ഈ പെടലികൾ ഇങ്ങനെ ഇടിച്ചു കയറി നിൽക്കുകയാണ്. അവിടെ ഒരു മണ്ണ് ഇടാൻ ഉള്ള സ്ഥലമില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ഒരു മുട്ടുസൂചി കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് ഈ ഖദർധാരികൾ ആയിട്ടുള്ള പെടലികൾ ഇടിച്ചു കയറി നിൽക്കുന്നത്. അങ്ങനെ പെടലി ശല്യം കൊണ്ട് എവിടെ നോക്കിയാലും MLA-മാരുടെ മുറിയിൽ, KPCC ആസ്ഥാനത്ത്, ഇന്ദിരാഭവനിൽ ഒക്കെ തന്നെ ഈ പെടലികൾ പൂണ്ട് വിളയാടുകയാണ്. ഈ വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന ഈ പെടലികൾക്ക് അല്പം സമയം കിട്ടിയാൽ ഇവർ നേരെ മൃഗശാല കാണാൻ പോകും. കൂട്ടായിട്ട് മൃഗശാല കാണാൻ പോവുക, അവിടെ പോയി ഈ മരയണ്ണാന്റെ ഒപ്പം നിന്ന് സെൽഫി എടുക്കുക, കാട്ടുപോത്തിന്റെ ഒപ്പം നിന്ന് സെൽഫി എടുക്കുക, മരപ്പട്ടിയുടെ നിന്ന് സെൽഫി എടുക്കുക. ഇങ്ങനെ വന്യമൃഗങ്ങൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുന്ന ആൾക്കാരെ സൂവിൽ ചെന്നാൽ കാണാം. അങ്ങനെ മൃഗശാലയിൽ വരെ ഈ പെടലികളുടെ ശല്യം. ഇനി ചില പെടലികൾ സമയം കിട്ടുമ്പോൾ കോവളത്ത് പോകും. കോവളത്ത് പോയി കടലൊക്കെ കണ്ട് അവിടെ
അവിടെ നിന്ന് സെൽഫി എടുത്ത് നാല് വർത്തമാനമൊക്കെ അപ്പോഴും ഇവരുടെ ചെവിയിൽ ഈ ഫോണുണ്ട്. ഇതെന്തോ ഈ ജന്മന കിട്ടിയ രീതിയിൽ അല്ലെങ്കിൽ ഈ ഫോൺ കൊണ്ടാണോ ഇവർ ജനിച്ചത് എന്ന് തോന്നിപ്പോകും. ആ രീതിയിലാണ് ഈ ഫോൺ ചെവിയിൽ പിടിച്ചിരിക്കുന്നത്. ഒരു കാര്യവുമില്ല, ആരും വിളിക്കുന്നുമില്ല, ഇവർ സംസാരിക്കുന്നുമില്ല. പക്ഷേ കാണുന്നവർ വിചാരിക്കുന്നത് പുള്ളി എന്തോ അന്താരാഷ്ട്ര കാര്യം തള്ളി മറിക്കുകയാണെന്നാണ്. ഏതോ മന്ത്രിയോട് അത്യാവശ്യമായിട്ടുള്ള ഈ നാടിനെ ഉടനടി രക്ഷിക്കണം എന്ന് പറയുന്ന എന്തോ ഒരു വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് നമുക്ക് തോന്നും. അത്തരത്തിലുള്ള ഫോൺ വെച്ചുള്ള നടപ്പാണ്. എവിടെ നോക്കിയാലും ഈ ഫോൺ ഇങ്ങനെ ഇരിക്കും. ജന്മനാ കിട്ടിയതാണോ ഈ ഫോൺ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ പെടലികളുടെ ഫോണിലുള്ള വിളയാട്ടം അല്ലെങ്കിൽ ഫോൺ വെച്ചുള്ള വിളയാട്ടം. ഇനി ഇവരെന്തിനാണ് ഇത്തരത്തിൽ വേഷം കെട്ടി തിരുവനന്തപുരത്തേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ 10 വർഷം എന്തായാലും പിണറായി വിജയന്റെ കാലത്ത് ഇവറ്റകൾ ഉണ്ടായിരുന്നില്ല. അത് നല്ലൊരു കാര്യമാണ്. പിണറായി വിജയൻ പറഞ്ഞത് അവതാരങ്ങളെ സൂക്ഷിക്കുക എന്നാണല്ലോ. പക്ഷേ അവസാനം പിണറായി വിജയൻ തന്നെ അവതാരമായി. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ അവതാരങ്ങളാണ് ഈ വരുന്ന പെടലികൾ. അപ്പോൾ ഈ പെടലികൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടും പുറത്തെ ചെറുകിട കരാറുകളൊക്കെ ഒന്ന് സംഘടിപ്പിച്ചു കൊടുക്കുക, സ്ഥലം മാറ്റം ഒന്ന് സംഘടിപ്പിച്ചു കൊടുക്കുക, സ്ഥാനക്കയറ്റം സംഘടിപ്പിച്ചു കൊടുക്കുക, പിൻവാതിൽ നിയമനം സംഘടിപ്പിച്ചു കൊടുക്കുക. ഈ പിണറായി വിജയൻ കാലത്തെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തെയും കോൺഗ്രസ് ഭരണകാലത്തെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ ലോക്കൽ സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെയുള്ളവരുടെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെയുള്ളവരുടെ കത്തുണ്ടായെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം UDF അധികാരത്തിൽ വരുമ്പോൾ ആ കത്തുകളല്ല, അത്യാവശ്യം പോക്കറ്റിൽ ഇത്തിരി കാശ് തിരികെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പെടലികൾ ഇവിടെ വരികയും പെടലികൾ എന്താണോ ആവശ്യം ആ ആവശ്യം നടത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നാട്ടിൽ അല്പം ആളാകാം, കാരണം പുള്ളി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് നാട്ടിലെ അണികൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. അങ്ങനെയാണ് ഇവർ വരുന്നത്. ഇത്തരം ചെറുകിട കരാറുകൾ നടപ്പിലാക്കിയെടുക്കാൻ, സ്ഥലം മാറ്റം നടപ്പിലാക്കിയെടുക്കാൻ, സ്ഥാനക്കയറ്റം നടപ്പിലാക്കിയെടുക്കാനാണ് ഇവർ ഈ ഖദറും ഈ വേഷം കെട്ടി തിരുവനന്തപുരത്തേക്ക് ഇടിച്ചു കയറി വരുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ പരിസരത്തും നാട്ടുകാർക്ക് ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ ഇവറ്റകളുടെ ശല്യമാണ്. എന്തു തന്നെയായാലും ഈ പറയുന്ന 2 ലിഫ്റ്റിൽ ഇടിച്ചു കയറിയ ഈ 10, 60, 70 എണ്ണം അവരുടെ ശല്യം മാത്രം തൽക്കാലം ഒഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ആ ഗ്യാപ്പ് നികത്താൻ വീണ്ടും പെടലികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സതീശൻ അല്ലെങ്കിൽ UDF സർക്കാർ അധികാരം ഒഴിയുന്നത് വരെ ഈ പെടലികളുടെ വിളയാട്ടം തിരുവനന്തപുരത്ത് തുടരുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.